ഹായ് നമസ്കാരം. നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് ഒരു മൂവിയാണ്. ഒരു മൂവിക്ക് 2 ഹാഫ് ഉണ്ടായിരിക്കും അല്ലേ? ഫസ്റ്റ് ഹാഫ് ഉണ്ടായിരിക്കും, സെക്കൻഡ് ഹാഫ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അതൊരു 30 വയസ്സ് വരെയാണ്. ആ 30 വയസ്സിന് ശേഷം ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? 30 വയസ്സ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കുന്ന ഓരോ അറിവുകളെയും നമ്മൾ തിരിച്ചറിവാക്കി മാറ്റിയെടുക്കുന്ന ഒരു സമയമാണ് 30 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും സിനിമ എന്ന് പറയുമ്പോൾ മറ്റാരോ എഴുതിയ ഒരു സ്ക്രിപ്റ്റിലൂടെ അഭിനയിച്ച് പോകുന്നതാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താണ്? നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് എപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് അത് എഴുതിയെടുക്കാൻ പറ്റുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചറിവുകളെ നമ്മൾ എപ്പോഴാണോ ആക്ഷനാക്കി എടുക്കുന്നത്, ആ ആക്ഷൻ നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അപ്പോഴാണ് നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റിലൂടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലുമൊക്കെ എഴുതിയ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ അങ്ങനെ ആക്ട് ചെയ്ത് പോകും അല്ലേ? അതിന് പലരും പഴി പറയും, ദൈവം എഴുതിയ വിധിയിലൂടെ ജീവിച്ചു പോവുകയാണെന്ന്. ഇല്ലയെന്ന് പറയുന്നില്ല, ഒരു പരിധി വരെയൊക്കെ ദൈവത്തിൻ്റെ വിധി തന്നെയാണ് നമ്മൾ. പക്ഷേ നമ്മൾ ആ ദൈവത്തിൽ സറണ്ടർ ചെയ്തിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ആ ആക്ഷനിലൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ദൈവം നമുക്ക് അവസരം തരും. നമ്മുടെ ലൈഫ് എഴുതി എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അവസരം തരും. അതിന് നമ്മൾ ദൈവത്തിൽ സറണ്ടർ ആവണം. ആ ദൈവത്തിലൊരു വിശ്വാസം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചാൻസ് കിട്ടുള്ളൂ. എപ്പോഴാണ് ദൈവം നമുക്ക് ആ ഒരു ചാൻസ് തരുന്നത്? നമ്മൾ എത്രത്തോളം ആക്ഷൻ എടുക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആവുന്നുണ്ട്, നമ്മളുടെ ലൈഫിനോട് നമുക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, അപ്പോൾ മാത്രമാണ് ദൈവം നമുക്ക് ആ ഒരു ചാൻസ് തരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വാർത്ഥതയല്ല വരുന്നത്. നമ്മളുടെ ഉള്ളിലിരിക്കുന്നത്, ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഓരോ സോളിനും ഓരോ പർപ്പസ് ഉണ്ടായിരിക്കും. ആ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണോ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നത്, അപ്പോഴാണ് ദൈവവും നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്. ഒരിക്കലും സ്വാർത്ഥതയല്ല. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വയ്ക്കണം. ആദ്യം വേണ്ടത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മളെ സ്നേഹിക്കാൻ നമ്മളോളം മറ്റാർക്കും കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അൺകണ്ടീഷനായി സ്നേഹിക്കാൻ നമുക്കും സാധിക്കും.